ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സാധാരണ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും യൂറിനിൽ പത കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടോ? പണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലക്ഷണം കാണാറില്ല. പക്ഷേ യൂറോപ്യൻ ക്ലോസറ്റാണ് ഇന്ന് ഏതാണ്ട് 95% വീടുകളിലും യൂറിൻ പാസ് ചെയ്യാനായിട്ട് എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യൂറിൻ വെള്ളത്തിലേക്ക് പോയി കഴിയുമ്പോൾ വെള്ളത്തിൽ പത കൂടുതൽ ഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവാം. യൂറിൻ വെള്ളത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ പത കാണുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഇത് ഒരു രോഗത്തിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണമാണ്. യൂറിനിൽ ആൽബുമിൻ അഥവാ പ്രോട്ടീൻ, നമ്മുടെ രക്തത്തിലെ പ്രോട്ടീൻ കണ്ടന്റ് യൂറിനിലേക്ക് കൂടുതൽ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് ഇത്തരത്തിൽ മൂത്രത്തിൽ പത കാണുന്നത്. നമ്മുടെ രക്തത്തിലെ പ്രോട്ടീൻ കണ്ടന്റാണ് ആൽബുമിൻ. ആൽബുമിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ മുട്ടയുടെ വെള്ള ഇതുപോലെ തന്നെ നമ്മുടെ രക്തം എടുത്ത് നോക്കിയിരുന്നാലും രക്തത്തിലും ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു സിറം സെപ്പറേറ്റ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലെല്ലാം മുറിവുണ്ടായെന്നിരിക്കട്ടെ, ഈ മുറിവ് നമ്മുടെ തൊലിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഒരു ഒട്ടുന്ന വളരെ നേർത്ത മഞ്ഞ നിറത്തിലുള്ള ഒരു സ്രവം ഫോം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതാണ് നമ്മുടെ രക്തത്തിലെ പ്രോട്ടീൻ കണ്ടന്റ്, രക്തത്തിലുള്ള നമ്മൾ സിറം ആൽബുമിൻ എന്ന് വിളിക്കുന്ന പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ സാധാരണ മൂത്രത്തിൽ വരാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു യൂറിനറി ഇൻഫെക്ഷനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂറിൻ പരിശോധിക്കുമ്പോൾ, യൂറിൻ റൊട്ടീൻ പരിശോധിക്കുന്ന സമയത്ത് അതിൽ യൂറിൻ ആൽബുമിൻ എന്ന ഒരു ടെസ്റ്റ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. സാധാരണഗതിയിൽ ഈ ടെസ്റ്റ് നെഗറ്റീവാണ് കാണുക. പക്ഷേ ബ്ലഡിൽ മാത്രം കാണേണ്ട ആൽബുമിൻ അഥവാ പ്രോട്ടീന് മൂത്രത്തിൽ അതിൻ്റെ സാന്നിധ്യം കാണുന്നുവെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വൃക്കയുടെ പ്രവർത്തനത്തിൽ ചെറിയ വ്യത്യാസം വന്നു തുടങ്ങുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മൾ യൂറിൻ എടുത്തിട്ട് യൂറിനിൽ സ്പോട്ട് മൈക്രോ ആൽബുമിൻ എന്ന ടെസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ മൂത്രത്തിൽ ഇത്തരത്തിൽ ആൽബുമിൻ്റെ നേരിയ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ സാധിക്കും. സാധാരണഗതിയിൽ മൂത്രത്തിൽ ആൽബുമിൻ കാണാറുണ്ടോ? ഇല്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വളരെ ശക്തമായിട്ട് വ്യായാമം ചെയ്യുന്നു, വ്യായാമം ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ യൂറിനിൽ ആൽബുമിൻ കണ്ടു എന്ന് വരാം. ഒരു കടുത്ത പനി പോലുള്ള ഒരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിൽ കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൂത്രത്തിൽ പഴുപ്പുണ്ടെന്നിരിക്കട്ടെ, ഒരു ഇൻഫെക്ഷൻ ബാധയുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാറുണ്ട്. ഇതെല്ലാം പലപ്പോഴും ടെമ്പററിയാണ്. നിങ്ങൾക്ക് മൂത്രത്തിലൊരു ഇൻഫെക്ഷൻ വന്നാൽ നിങ്ങൾ ചികിത്സിച്ചത് മാറിക്കഴിയുമ്പോൾ വീണ്ടും ആൽബുമിൻ നെഗറ്റീവ് ആകും. ഇത്തരത്തിൽ വൃക്കകളിൽ വരുന്ന അക്യൂട്ടായിട്ട് വരുന്ന ചെറിയ ഇൻഫ്ലമേഷൻ, വൃക്കയിലെ രക്തക്കുഴൽ ഡയലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രക്തത്തിലുള്ള ആൽബുമിൻ മൂത്രത്തിലൂടെ പോയി എന്ന് വരാം. പക്ഷേ ഇതല്ലാതെ തന്നെ നമ്മൾ അറിയാതെ വളരെ ലൈറ്റായിട്ടുള്ള അളവിൽ യൂറിനിൽ ആൽബുമിൻ പോകുന്നത് പലപ്പോഴും ഒരു എയർലി കിഡ്നി ഡിസീസിൻ്റെ, അതായത് നിങ്ങളുടെ വൃക്കകൾക്ക് വളരെ ചെറുതായിട്ട് രോഗം ബാധിച്ചു തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും സ്വാഭാവികമായി ഒരു സംശയം തോന്നാം, നമ്മൾ അധികം വെള്ളം കുടിച്ചില്ലെങ്കിലും മൂത്രത്തിൽ പത കാണത്തില്ലേ എന്ന് തോന്നാം. ഇല്ല, കുറവാണ്. സാധാരണ നമ്മൾ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ, വെള്ളം ആവശ്യത്തിന് ശരീരത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാം. അതായത് നോർമലി നിറമില്ലാതെ പോകേണ്ട മൂത്രത്തിന് ഒരു അല്പം മഞ്ഞ നിറം കണ്ടുവന്ന് വരാം. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ മഞ്ഞ നിറത്തിൻ്റെ കാഠിന്യം കൂടുകയും ഒരുപക്ഷെ കടുത്ത ഒരു ഇൻഫെക്ഷനായിട്ട് നിങ്ങൾ കിടക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ മരുന്നുകൾ എന്തെങ്കിലും നിങ്ങൾ കഴിക്കുകയാണെങ്കിലോ മരുന്നിൻ്റെ നിറമോ എല്ലാം ഒരുപക്ഷെ മൂത്രത്തിന് അല്പം ചെറിയ ചുവപ്പ് നിറം കലർന്ന ഒരു മഞ്ഞ നിറമായിട്ട് പോയി എന്ന് വരാം. സാധാരണ വെള്ളം കുടിച്ചില്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു ലക്ഷണമാണ് കാണുന്നത്. പക്ഷേ മൂത്രം വളരെ തെളിഞ്ഞ് ക്ലിയർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ പോലും മൂത്രത്തിൽ ഒരു പത കാണുന്നത് യൂറിനിൽ ആൽബുമിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. സാധാരണ നമ്മുടെ രക്തത്തിലുള്ള ടോക്സിൻസോ മാലിന്യങ്ങളോ എല്ലാം തന്നെ നമ്മുടെ വൃക്കകൾ അരിച്ച് പുറത്തേക്ക് വരുന്നു. ഇവ നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റും ആദ്യം പുറത്തേക്ക് അരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വൃക്കകൾ തന്നെ, വൃക്കയിലെ മൈക്രോ ട്യൂബ്യൂൾസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം തിരിച്ച് റീഅബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ വൃക്കകളെ നമുക്ക് ഒരു അരിപ്പുമായിട്ട് താരതമ്യപ്പെടുത്താം. നോർമലി ഒരു അരിപ്പിൻ്റെ സൈസ്, അതിന് വളരെ ചെറിയ കണ്ണികളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അരിക്കുന്ന ഒരു സൈസിനപ്പുറമുള്ള സാധനങ്ങൾ മാത്രമേ പോകത്തുള്ളൂ. പക്ഷേ കാലക്രമേണ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ അരിപ്പിന് കേടുവന്നാലോ അരിപ്പിൻ്റെ കണ്ണികൾ വലുതാകും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അരിക്കുന്നതിൽ നമുക്ക് വേണ്ട സാധനങ്ങളും കൂടെ അരിച്ച് പുറത്തേക്ക് പോയി എന്ന് വരാം. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ വൃക്കകൾ മൂത്രം അരിക്കുമ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇൻഫെക്ഷനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രമേഹ രോഗത്തിൻ്റെ തുടക്കമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതവണ്ണമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോളിലല്ലാത്ത ബ്ലഡ് പ്രഷറുണ്ട്, ഈ ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ വൃക്കകൾക്ക് അമിതമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാവും.
ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രമേഹ രോഗമുണ്ട്. പ്രമേഹ രോഗികളുള്ള എല്ലാവരിലും ഇത് സംഭവിക്കുന്നില്ല. പ്രമേഹ രോഗം മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യാനോ ഇല്ലെങ്കിൽ ആഹാരത്തിലൂടെ കൺട്രോൾ ചെയ്യാനോ മടിക്കുന്നവരിൽ കാണുന്ന ഒരു ലക്ഷണമാണിത്. രക്തത്തിൽ വളരെ ഉയർന്ന ലെവലിൽ ഷുഗർ മോളിക്യൂൾ നിന്ന് കഴിഞ്ഞാൽ ഇവ നമ്മുടെ വൃക്കയിലെ മൈക്രോ ട്യൂബ്യൂൾസിനകത്ത് പറ്റിപ്പിടിക്കുന്നു. ഇത് ക്രമേണ വൃക്കകൾക്കകത്തുള്ള ഞാൻ ഈ പറഞ്ഞ പോലുള്ള മൈക്രോ ട്യൂബ്യൂൾസിൻ്റെ ഒരു ത്രഷോൾഡ് വ്യത്യാസം വരുത്തുകയും നമ്മുടെ രക്തത്തിലുള്ള ആൽബുമിൻ അഥവാ പ്രോട്ടീൻ വളരെ ചെറിയ അളവിൽ കിഡ്നിയിലൂടെ അരിച്ചു പോവുകയും ചെയ്യും. സാധാരണഗതിയിൽ നമ്മുടെ ആൽബുമിൻ വളരെ ലൈറ്റായിട്ട് ഇത്തരത്തിൽ പോകുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. കാരണം മൂത്രത്തിൽ പത കാണുക എന്ന് പറയുന്നത് അത്ര വലിയ ലക്ഷണമായിട്ട് നമ്മൾ ഇതേവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ പ്രോട്ടീൻസ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, ഇത് ഗ്രാജ്വലി കൂടി വരുന്ന സമയത്ത് വൃക്കകൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരികയും ഇവ നമുക്ക് മറ്റു സൈൻസ് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവ നമുക്ക് ഒരു എയർലി കിഡ്നി ഡിസീസിൻ്റെ, അതായത് തുടക്കത്തിലുള്ള വൃക്കരോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് രക്തത്തിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് പതുക്കെ കുറഞ്ഞു വരുമ്പോൾ ഇവ നമ്മുടെ രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് കൂടി വരുന്നതിന് കാരണമാകും. ഇത് ശരീരത്തിൽ നീരടിയുന്നതിന് കാരണമാകും. നമ്മുടെ കാലിൻ്റെ മുട്ടുകളിലോ പാദത്തിലോ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന നീര്, മുഖത്ത് ഒരു പഫിനെസ്, നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന ചെറിയ തടിപ്പ്, ഇതെല്ലാം തന്നെ കിഡ്നി ഡിസീസസിൻ്റെ ലക്ഷണമാണ്. ഇതുമാത്രമല്ല, അമിതമായിട്ടുണ്ടാകുന്ന ക്ഷീണം, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ. വൃക്കരോഗം വരുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ടോക്സിൻസിനെ അരിച്ചു കളയാനുള്ള ശേഷി വൃക്കകൾക്ക് കുറയുന്നു. ഇത് കാരണം എന്താണ് സംഭവിക്കുക? രക്തത്തിൽ ടോക്സിൻസ് അഥവാ വിഷമാലിന്യങ്ങളുടെ അളവ് കൂടുന്നു. അത് കാരണം നിങ്ങൾക്ക് പതിവില്ലാത്ത ക്ഷീണം വരും, ഉറക്കക്കുറവുണ്ടാവും, എപ്പോഴും ഒരു കൺഫ്യൂഷൻ, ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ നോർമലിയുള്ള പ്രവർത്തനങ്ങളെല്ലാം കുറയുന്നു, എപ്പോഴും ക്ഷീണം വരുന്നു, ഉറക്കക്കുറവ് വരുന്നു, നിങ്ങൾക്ക് വിശപ്പ് കുറയുന്നു, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിന് ഒരു ചെറിയ സ്മെല്ല്, ടോക്സിൻ്റെ ഒരു സ്മെല്ല്, അമോണിയയുടെ യൂറിയയുടെ ഒരു സ്മെല്ല് കണ്ടു എന്ന് വരാം. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുന്നു. സാധാരണ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് പലപ്പോഴും ഡോക്ടർ നിങ്ങളുടെ രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് പരിശോധിച്ച് കഴിയുമ്പോൾ ക്രിയാറ്റിൻ അല്പം കൂടി വരുന്നത് കാണാം. സാധാരണഗതിയിൽ 0.8 മുതൽ 1.2 വരെയാണ് ക്രിയാറ്റിൻ്റെ ലെവൽ. എന്നാൽ 1.2-ൽ നിന്നും ക്രിയാറ്റിൻ അല്പം കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിലൊരു ലക്ഷണം, ക്രിയാറ്റിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മൂത്രത്തിൽ ഇത്തരത്തിൽ ആൽബുമിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃക്കരോഗത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ തിരിച്ചറിഞ്ഞാലുള്ള ഗുണം എന്തെന്നറിയാമോ? നമുക്ക് വൃക്കരോഗം പ്രോഗ്രസ് ചെയ്യാതെ വളരെ തുടക്കത്തിൽ തന്നെ ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്കൊരു പ്രമേഹ രോഗം കൺട്രോൾ അല്ലാത്തതുകൊണ്ട് മാത്രമല്ല വരുന്നത്. നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ബ്ലഡ് പ്രഷർ ഉണ്ടെന്നിരിക്കട്ടെ, പലപ്പോഴും നിങ്ങളുടെ BP കൂടുതലാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ മരുന്ന് തുടങ്ങിയാൽ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പേടിച്ച് നിങ്ങൾ പലരും മരുന്നുകൾ തുടങ്ങാറില്ല. എന്നാൽ നിങ്ങൾ ഫുഡിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാനോ ശരീരഭാരം കൂടാതെ നിലനിർത്താനോ വ്യായാമം ചെയ്യാനോ ആരും ശ്രമിക്കാറുമില്ല. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? BP കൺട്രോൾ ഇല്ലാതെ നിൽക്കുകയും രക്തത്തിൽ നിങ്ങളുടെ വൃക്കയിലേക്കുള്ള രക്തത്തിൻ്റെ പമ്പിങ് വല്ലാണ്ട് ഉയരുകയും നിങ്ങളുടെ രക്തത്തിലെ അരിപ്പകൾ കേടാകുകയും ചെയ്യുന്നു. ഇതും യൂറിനിൽ ആൽബുമിൻ കാണുന്നതിൻ്റെ ഒരു കാരണമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വിട്ടുമാറാതെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൃക്കയിൽ കല്ലുണ്ട്, ഈ കല്ല് നിങ്ങളുടെ വൃക്കയിൽ ശരിയായിട്ട് മൂത്രം പോകാതെ തടസ്സപ്പെടുത്തുന്നു. ഈ കണ്ടീഷനിലെല്ലാം തന്നെ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ കണ്ടു എന്ന് വരാം. നിങ്ങൾ അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നു, നിങ്ങൾ ഹെവി ആയിട്ട് പ്രോട്ടീൻ ഫുഡുകളോ അല്ലെങ്കിൽ പ്രോട്ടീൻ നിങ്ങളുടെ ബോഡി ഡെവലപ്മെൻറ്റ് പൗഡേഴ്സോ കഴിക്കുകയാണെങ്കിലോ ഇത്തരത്തിൽ യൂറിനിൽ ആൽബുമിൻ കണ്ടു എന്ന് വരാം. എന്നാൽ അവ ടെമ്പററിയാണ്, നിങ്ങൾ ആ ഒരു സമയത്തേക്ക് മാത്രം വരുന്ന വ്യത്യാസമാണ്. അതല്ലാതെ തന്നെ വൃക്കകളിൽ കോൺസ്റ്റൻ്റായിട്ട് ഇത്തരത്തിലൊരു വ്യത്യാസം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സ തേടുക തന്നെ വേണം. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ മൂത്രത്തിൽ കൂടുതലായിട്ട് പത കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന ടെസ്റ്റ് ചെയ്ത് നോക്കണം. മൈക്രോ ആൽബുമിൻ്റെ അളവ് 20 മില്ലിഗ്രാമിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് മൂത്രത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സാധാരണഗതിയിൽ 20 മില്ലിഗ്രാം മുതൽ ഒരു 200-250 മില്ലിഗ്രാം വരെ നമുക്കൊരു മോഡറേറ്റ്, ഒരു കിഡ്നിയുടെ പ്രോബ്ലംസ് കുറച്ച് ഉണ്ട്, അല്ലെങ്കിൽ യൂറിനിൽ നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് ലെവലിൽ മൈക്രോ ആൽബുമിൻ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. 300 മില്ലിഗ്രാമിന് മുകളിലേക്കാണ് മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ്റെ ലെവൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ചികിത്സ തേടേണ്ടതാണ്. നിങ്ങൾ കിഡ്നിയുടെ മറ്റു ഫങ്ഷൻസ്, ക്രിയാറ്റിൻ, അതേപോലെ തന്നെ ബ്ലഡിൽ പ്രോട്ടീൻസ്, സിറം, സോഡിയം, പൊട്ടാസ്യം, ഈ ലെവലുകൾ എല്ലാം പരിശോധിക്കണം.
ചിലരിൽ പാരമ്പര്യമായിട്ട് വൃക്കരോഗമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും വൃക്കരോഗം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 30 വയസ്സിന് ശേഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂറിനൽ മൈക്രോ ആൽബുമിൻ പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം ജനറ്റിക്കലായിട്ട് വൃക്കരോഗമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലൊരു പക്ഷേ വൃക്കയിൽ വ്യത്യാസങ്ങൾ വരാനും യൂറിനിൽ വളരെ ചെറിയ അളവിൽ ആൽബുമിൻ പോകാനുമുള്ള സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. പലരും ശ്രദ്ധിക്കാതെ അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ലക്ഷണമാണിത്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.